നിൻ്റെ ജോലി എന്താണ്? ഏറ്റവും സിമ്പിൾ ഫോമിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഫോമാണിത്. അടുത്ത കുറച്ച് ചോദ്യങ്ങൾ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. നമുക്കിതിൻ്റെ ഉത്തരം പതിവ് പോലെ അവസാനം തന്നെ നോക്കാം. നിൻ്റെ പേരെന്താണ്? നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങുന്ന കാലത്ത്, അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കാൻ തുടങ്ങുന്ന കാലത്ത് ആദ്യം പറയുന്ന ഒരു ബേസിക് സെൻറ്റൻസ് ആണല്ലോ അല്ലേ? അതെങ്ങനെയാണ് പറയുന്നത് നമുക്കറിയാം. വാട്ട് ഈസ് യുവർ നെയിം? അപ്പോൾ നമ്മൾ എന്താണ്, എന്ത് എന്നുള്ളതിന് വാട്ട് ആണ് ഉപയോഗിക്കുന്നത്. അവളുടെ കഴിവെന്താണ്? കഴിവെന്നുള്ളതിന് നമുക്ക് എബിലിറ്റി എന്ന് പറയാം, ടാലൻ്റ് എന്ന് പറയാം, സ്കില്ലെന്ന് പറയാം. നമുക്ക് ഓരോ സെൻറ്റൻസുകളും പല രീതിയിൽ എഴുതാൻ പറ്റുമെന്ന് ഞാൻ ഓൾറെഡി പലതവണ പറഞ്ഞല്ലോ. വാട്ട് ഈസ് ഹെർ സ്കിൽ? ഇവിടെ ഇപ്പോൾ സ്കില്ലാണ് ഉദ്ദേശിച്ചത്. വാട്ട് ഈസ് ഹെർ സ്കിൽ? അവളുടെ ഉദ്ദേശം എന്താണ്? ഉദ്ദേശം എന്താണ്? ഉദ്ദേശം എന്നുള്ളത് ഇൻറ്റൻഷനാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വാട്ട് ഈസ് ഹെർ ഇൻറ്റൻഷൻ? വാട്ട് ഈസ് ഹെർ ഇൻറ്റൻഷൻ? എന്താണ് അവളുടെ ഉദ്ദേശം? മഹേഷിൻ്റെ തീരുമാനം എന്താണ്? പറയും, മഹേഷ് പറയും, നിൻ്റെ തീരുമാനം എന്താണ്? ഇവിടെ കുറച്ച് വ്യത്യാസമുള്ളത്, നമ്മൾ ഇതുവരെ ഉപയോഗിക്കാത്തൊരു കാര്യം, മഹേഷിൻ്റെ എന്നെങ്ങനെ പറയും? മഹേഷ് കഴിഞ്ഞിട്ട് അപ്പോസ്ട്രഫി ഇട്ടിട്ട് എസ്. എൻ്റെ എന്നുള്ളത് മൈ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, അവൻ്റെ എന്നുള്ളത് ഹിസ് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, ഒരാളുടെ അങ്ങനെയൊക്കെ ആകുമ്പോൾ അപ്പോസ്ട്രഫി. ഇന്ദുചൂടൻ്റെ ഭാവി പരിപാടി എന്താണ്? ഇത് കേൾക്കാത്തതും പറയാത്തതുമായിട്ടുള്ള മലയാളികളുണ്ടാവില്ല എന്ന് നമുക്കറിയാം. അത് ഇംഗ്ലീഷിൽ തന്നെയാണ് അതിൻ്റെ പകുതി പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കൂ. വാട്ട് ഈസ് ഇന്ദുചൂഡൻസ് ഫ്യൂച്ചർ പ്ലാൻ? എന്താ ഇന്ദുചൂഡൻ്റെ ഫ്യൂച്ചർ പ്ലാൻ എന്ന് ഇംഗ്ലീഷും മലയാളം കൂടെ കൂട്ടി പറയുമ്പോൾ ഒരു ഗും ഇതിനില്ല. അവരുടെ നിലപാടെന്താണ്? അവരുടെ നിലപാടെന്താണ്? നിലപാട് എന്നുള്ളതിന് നമ്മൾ സ്റ്റാൻഡ് എന്ന് പറയാറുണ്ട്. വാട്ട് ഈസ് ദെയർ സ്റ്റാൻഡ്? അവരുടെ പേടി എന്താണ്? അവരെന്തിനെയാണ് പേടിക്കുന്നത് എന്ന് നമുക്ക് ചോദിക്കാം, അല്ലെങ്കിൽ അവരുടെ പേടി എന്താണെന്നും ചോദിക്കാം. ഇത് പല രീതിയിൽ പറയാവേ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കോളൂ. പേടി ഫിയറാണ്. വാട്ട് ഈസ് ദെയർ ഫിയർ? അല്ലെങ്കിൽ വാട്ട് ആർ ദേ അഫ്രൈഡ് ഓഫ് എന്നൊക്കെ പറയാൻ കേട്ടോ. ഇത് മാത്രമാണ് ഒരേ ഒരു രീതി എന്ന് വിചാരിക്കേണ്ട. പക്ഷെ നമ്മൾ ഏറ്റവും സിമ്പിളസ്റ്റ് രീതിയാണ് ഇപ്പോൾ കാണുന്നത്. അവൻ്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ആവശ്യങ്ങൾ എന്നുള്ളതിനെ നീഡെന്നും വാണ്ടെന്നൊക്കെ പറയും, നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു കോണ്ടെക്സ്റ്റിൽ എന്തൊക്കെയാണ് അവൻ്റെ ആവശ്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? അവൻ്റെ ഡിമാൻഡ്സ് എന്തൊക്കെയാണെന്നായിരിക്കും. വാട്ട് ആർ ഹിസ് ഡിമാൻഡ്സ്? വാട്ട് ആർ ഹിസ് ഡിമാൻഡ്സ്? ഡിമാൻഡ്സ് അവസാനത്തത് പ്ലൂറൽ ആയതുകൊണ്ടാണ് കേട്ടോ ഇവിടെ ആറ് വരുന്നത്. അവൻ്റെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഇവിടെ അവനാണെങ്കിലും ഈസ് ആയിരിക്കില്ല, ആറായിരിക്കും വരുന്നത്. കാരണം എന്താ? സ്വപ്നങ്ങൾ, അത് പ്ലൂറൽ ആയതുകൊണ്ട്. നമുക്കതിൻ്റെ ഗ്രാമർ വശങ്ങൾ പിന്നീട് കാണാം. വാട്ട് ആർ ഹിസ് ഡ്രീംസ്? വാട്ട് ആർ ഹിസ് ഡ്രീംസ്? നിൻ്റെ ജോലി എന്താണ്? ആദ്യത്തെ ചോദ്യത്തിലേക്ക് തിരിച്ചു വന്നാൽ ട്രൈ ചെയ്ത് നോക്കൂ. വാട്ട് ഈസ് യുവർ ജോബ്? വാട്ട് ഈസ് യുവർ ജോബ്?